ബംഗ്ലാദേശിൽ സർക്കാരിനെതിരെ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമാകുന്ന സാഹചര്യത്തിൽ സൈന്യം പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ടു. 45 മിനിറ്റിനകം രാജിവെക്കണമെന്നാണ് സൈന്യം ഹസീനയ്ക്ക് നൽകിയ അന്ത്യശാസനം. ഇത് സംബന്ധിച്ച് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് സൈനിക ജനറൽ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് മാറ്റിവെച്ചു. ബംഗ്ലാദേശ് സൈനിക മേധാവി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട്. തലസ്ഥാന നഗരമായ ധാക്കയിൽ ആയിരക്കണക്കിന് അക്രമാസക്തമായ ജനക്കൂട്ടം തെരുവിൽ നിലയുറപ്പിച്ചതായാണ് വിവരം. പ്രക്ഷോഭകാരികളായ വിദ്യാർത്ഥികളും അവരുടെ കുടുംബവും തെരുവിൽ ആഘോഷം തുടങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥി പ്രക്ഷോഭം അക്രമാസക്തമായതിനെ തുടർന്ന് 98 പേർ മരിക്കുകയും 100 കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പോലീസുമായും ഭരണകക്ഷി പ്രവർത്തകരുമായും പ്രതിഷേധക്കാർ ഏറ്റുമുട്ടുകയുമുണ്ടായി. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭം അക്രമാസക്തമായതോടെ 10,000-കണക്കിന് സമരക്കാർ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കുകയും സ്റ്റൺ ഗ്രനേഡുകൾ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. 1971 ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കായുള്ള 30% സർക്കാർ ജോലിയിലെ സംവരണം പുനരാരംഭിക്കാനുള്ള കോടതി ഉത്തരവിന് പിന്നാലെയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. 2018 എടുത്തുകളഞ്ഞ സംവരണം തിരികെ കൊണ്ടുവരാനുള്ള നടപടിക്കെതിരെ ധാക്കയിൽ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ 100 കണക്കിന് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളാണ് തെരുവിലിറങ്ങിയത്. ഇതിനിടെ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി താൽക്കാലികമായി റദ്ദാക്കിയെങ്കിലും പ്രതിഷേധക്കാരെ തണുപ്പിക്കാൻ സാധിച്ചിട്ടില്ല.